വരെ കുഷ്ഠരോഗികൾക്കായി ജീവിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഒരു വിശുദ്ധ വൈദികനായ ഫാദർ ഡാമിയന്റെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ഒരാൾ കുഷ്ഠരോഗിയാണ് എന്ന് അറിഞ്ഞാൽ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനായി കണക്കാക്കിയിരുന്ന കാലഘട്ടമായിരുന്നു അത്. തിരുസഭയിൽ മെയ് മാസം 10-ാം തീയതി വിശുദ്ധനെ അനുസ്മരിക്കുന്നു. 1840 ജനുവരി 3-ാം തീയതി ബെൽജിയം എന്ന രാജ്യത്തെ റെമലു എന്ന പട്ടണത്തിൽ ഫ്രാൻസിസ് കാതറൈൻ എന്നീ ദമ്പതികളുടെ 8 മക്കളിൽ ഒരുവനായി ഫാദർ ഡാമിയൻ എന്ന ജോസഫ് ജനിച്ചു. കാരുണ്യം എന്ന പുണ്യം കുഞ്ഞുനാൾ മുതലേ അവനിൽ വിളഞ്ഞു. പള്ളിയിൽ വെച്ച് കേട്ട പരസ്നേഹത്തിന്റെ പ്രസംഗം അവനെ വല്ലാതെ സ്പർശിച്ചു. 7-ാമത്തെ വയസ്സിൽ അവന്റെ സ്കൂൾ പഠനം ആരംഭിച്ചു. ഒഴിവു ദിവസങ്ങളിൽ ആടുകളെ മേയ്ക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവൻ സമയം കണ്ടെത്തി. ജോസഫിനെ ഒരു കച്ചവടക്കാരനാക്കാനായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. അതുകൊണ്ട് അവർ ഹെലികോപ്റ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു അക്കാദമിയിലേക്ക് അവനെ അയച്ചു. അവിടെ വെച്ച് റിഡംപ്റ്ററിസ്റ്റ് സന്യാസ വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ജോസഫ് അവന്റെ ദൈവവിളി ബോധ്യപ്പെട്ടു. സഹോദരൻ പാംഫീലിയയെ പോലെയും സഹോദരി പൗളിനെ പോലെയും എനിക്കും കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടെന്ന് മാതാപിതാക്കളെ ബോധിപ്പിച്ചു. വിഷമത്തോടെയാണെങ്കിലും അവന്റെ ആഗ്രഹം മാതാപിതാക്കൾ സമ്മതിച്ചു. 1856 ഡിസംബറിൽ ചേട്ടൻ പാംഫീലിയ പഠിക്കുന്ന സന്യാസ സഭയിലേക്ക് അവനെ അയച്ചു. പിന്നീട് തന്റെ 20-ാം ജന്മദിനത്തിൽ അവൻ പിതാവിന്റെ കൂടെ ചേട്ടന്റെ ആശ്രമത്തിൽ സന്ദർശിച്ചു. അവന്റെ ഭക്തിയും താല്പര്യവും മനസ്സിലാക്കിയ ആശ്രമാധികാരികൾ അവനെ അവിടെ താമസിക്കാൻ സമ്മതിച്ചു. എങ്കിലും ലത്തീൻ പഠിക്കാതെ വൈദികനാകാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞ ജോസഫ് ലത്തീൻ പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. 1859 ഫെബ്രുവരി 2-ന് അവൻ ഡാമിയൻ എന്ന പേര് സ്വീകരിച്ച് ബ്രദർ ഡാമിയനായി. ഹവായ് ദ്വീപുകളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ മിഷണറിമാരെ ആവശ്യമായതിനാൽ സഹോദരൻ പാംഫീലിയയുടെ പകരക്കാരനായി ബ്രദർ ഡാമിയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 5 മാസത്തെ ദുർഘടം പിടിച്ച കപ്പൽ യാത്രയ്ക്കൊടുവിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ അവർ സുരക്ഷിതരായി ഹവായ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് 1864 ഏപ്രിൽ 17-ന് അവൻ പൗരോഹിത്യം സ്വീകരിച്ചു. പൂണോ പ്രവിശ്യയിൽ അവൻ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു. അന്ധവിശ്വാസത്തിന്റെ നാടായിരുന്ന ഹമുക്കാവെ, കോഹലെ എന്നീ ജില്ലകളിൽ അജഗണങ്ങളെ കണ്ടുപിടിച്ച് അവിടെ കുരിശ് സ്ഥാപിച്ച് അവിടെ കൊച്ചു ദൈവാലയങ്ങൾ പണിതു. പിന്നെ അവിടെ മതബോധന ക്ലാസുകളും നൽകി. ഇക്കാലത്താണ് നാട്ടിൽ പടർന്നു പിടിച്ച പകർച്ചവ്യാധി അധികാരികളെ ഭയപ്പെടുത്തിയത്. രോഗം തിരിച്ചു അറിഞ്ഞവരെ തികച്ചും ഒറ്റപ്പെടുത്തി അവരെ മൊളോക്കോ ദ്വീപിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു. കടലും പാറക്കെട്ടുകളും കോട്ട കെട്ടിയ ദ്വീപുകളിൽ നിന്ന് പുറത്തു കടക്കുക വളരെ പ്രയാസമായിരുന്നു. ഒരു ആശ്വാസവാക്കോ ശുദ്ധജലമോ മരുന്നോ ഒന്നുമില്ലാത്ത നരകതുല്യമായ ജീവിതം. ഇക്കാര്യം അറിഞ്ഞ ഹവായിലെ ബിഷപ്പ് മൊളോക്കോയിലെ അവസ്ഥ മറ്റുള്ളവരോട് പങ്കുവച്ചു. ഫാദർ ഡാമിയൻ അവിടേക്ക് പോകാനുള്ള താല്പര്യം ബിഷപ്പിനെ അറിയിച്ചു. 1873 മെയ് 10-ന് ബിഷപ്പും ഫാദർ ഡാമിയനും 50 കുഷ്ഠരോഗികളും മൊളോക്കോയിലേക്ക് കപ്പൽ കയറി. അവിടെ പന്താനസ് മരത്തിന്റെ തണൽ അവർ താമസമാക്കി. മരിക്കുന്നവരെ അടക്കുന്നതും അവിടെ കുഴിവെട്ടുന്നതും ഫാദർ ഡാമിയൻ തന്നെ. എങ്ങും രോഗത്തിന്റെ ഭീതികരമായ അവസ്ഥ. ഫാദർ ഡാമിയൻ രാപ്പകൽ അധ്വാനിച്ച് രോഗികളുടെ ജീവിതം ആശ്വാസകരമാക്കാൻ പരിശ്രമിച്ചു. വീടുകളുണ്ടാക്കി, പശുക്കളെ വളർത്തി ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുകയും ചെയ്തു. പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഫാദർ ഡാമിയൻ കുമ്പസാരിക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും നിയമത്തിന്റെ നൂലാമലകൾ അതിനെ സമ്മതിച്ചില്ല. കടലിലൂടെ കപ്പലിൽ പോകുന്ന ഒരു പ്രൊവിൻഷ്യൽ അച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കാൻ ഫാദർ ഡാമിയൻ ഒരു ബോട്ടിൽ കയറി അതിന്റെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് അവന്റെ പാപം ഉറക്കെ പറഞ്ഞ് കുമ്പസാരിച്ചു. ഇത് ഗവൺമെന്റിന്റെ കണ്ണുകൾ തുറപ്പിച്ചു. എന്നിട്ട് നിയമങ്ങൾ അല്പം ലളിതമാക്കി. ഫാദർ ഡാമിയന്റെ കീർത്തി യൂറോപ്പിലും അമേരിക്കയിലും ലോകമെങ്ങും പരന്നു. ഈ അവസരത്തിലാണ് ഫാദർ ഡാമിയൻ ഞെട്ടിപ്പിക്കുന്ന സത്യം അറിയുന്നത്: ഞാനും ഒരു കുഷ്ഠരോഗിയായിരിക്കുന്നു. 1889 ഏപ്രിൽ 15-ന് 49-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. മരണശേഷം ശവമഞ്ചത്തിൽ കിടത്തിയ ഫാദർ ഡാമിയന്റെ മുഖത്ത് ഒരു പ്രകാശം പരന്നു. രോഗത്തിന്റെ എല്ലാ പാടുകളും അപ്രത്യക്ഷമായി.
ഫാദർ ഡാമിയന്റെ പ്രശസ്തി ലോകമെങ്ങും പരന്നു. 1936 മൊളോക്കോയിലുള്ള ഫാദർ ഡാമിയന്റെ കല്ലറ തുറന്ന് ഭൗതികാവശിഷ്ടം ജന്മനാടായ ബെൽജിയത്തിലേക്ക് കൊണ്ടുപോയി സഹോദരൻ പാംഫിലിയോയുടെ ശവകുടീരത്തിന്റെ അടുത്തുള്ള കല്ലറയിൽ സ്ഥാപിച്ചു. 2009 ഒക്ടോബർ 11 ബെനഡിക്ട് 16 മാപ്പ ഫാദർ ഡാമിയനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. മറ്റുള്ളവർക്ക് കാരുണ്യത്തിന്റെ മുഖമായി തീരാൻ ഫാദർ ഡാമിയന്റെ മധ്യസ്ഥം നമുക്കും യാചിക്കാം.